കൃഷ്ണ കേക്കാവോ മാജി? കേക്കാം മാജി. ഹരേ കൃഷ്ണ. കേക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുർമിലിതം येन തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം येन ഭൂതലെ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീ ഗുരോ ശ്രീയുതപദകമലം ശ്രീ ഗുരോർ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥിനം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവ ശ്രീ രാധാകൃഷ്ണ പാതാൻ സഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. സപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद हरे कृष्णा. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതം അവതാരികയില് 42-ാമത്തെ പേജില് ലാസ്റ്റ് പാരഗ്രാഫ് ആണ് വായിക്കുന്നത്. മഹാപ്രഭു പുരിയിൽ തിരിച്ചെത്തിയതോടെ അതുവരെ വ്യാകുല ചിത്തരായി കഴിഞ്ഞിരുന്ന സർവഭക്തർക്കും ജീവൻ തിരിച്ചു കിട്ടി. മഹാപ്രഭു ആകട്ടെ അവിടെ വസിച്ചുകൊണ്ട് തന്റെ അതീന്ദ്രിയ ലീലകൾ തുടരുകയും ചെയ്തു. അക്കാലത്തുണ്ടായ ഏറ്റവും പ്രധാന സംഭവം മഹാപ്രഭു പ്രതാപരുദ്ര മഹാരാജാവിന് ദർശനം അനുവദിച്ചു എന്നതാണ്. മഹാപ്രഭുവിന്റെ ഭൃത്യരിൽ ക്ഷേത്രം വൃത്തിയാക്കുന്ന ചുമതലയുള്ള ഒരാളായി സ്വയം കരുതിയ പ്രതാപരുദ്ര രാജാവ് മഹാപ്രഭുവിന്റെ ഉത്തമ ഭക്തനുമായിരുന്നു. രാജാവിന്റെ ഈ നമ്ര മനോഭാവം മഹാപ്രഭുവിൽ അത്യധികം മതിപ്പുളവാക്കി. മഹാപ്രഭുവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കി തരണമെന്ന് രാജാവ് ഭട്ടാചാര്യരോടും രായരോടും അപേക്ഷിച്ചു. അചഞ്ചല ചിത്തരും സ്വകാര്യ അനുചരന്മാരുമായ സാർവഭൗമ ഭട്ടാചാര്യർ, രാമാനന്ദ രായർ എന്നിവർ സമർപ്പിച്ച നിവേദനമായിട്ട് പോലും രാജാവിന് ദർശനം നൽകുക അസാധ്യമാണെന്ന് മഹാപ്രഭു നിസ്സന്ദേഹം അരുളി ചെയ്തു. ഭൗതിക ധനാർത്ഥികളായ സ്ത്രീ പുരുഷന്മാരുമായുള്ള ഗാഢ സൗഹൃദം ഒരു സന്യാസിക്ക് ആപത്കരമാണെന്ന് മഹാപ്രഭു വ്യക്തമാക്കി. ബഹുമാനാദരങ്ങൾ സമർപ്പിക്കുവാനാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് മഹാപ്രഭുവിന് സമീപം ചെല്ലുവാൻ അനുവാദമില്ലായിരുന്നു. മഹാപ്രഭു ഒരു മാതൃകാ സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും വളരെ അകലെയാണ് സ്ത്രീജനങ്ങൾക്ക് ഇരിപ്പിടം സജ്ജമാക്കിയിരുന്നത്. ഒരു മാതൃകാ ഗുരുവും ആചാര്യനുമായ മഹാപ്രഭു ഒരു സന്യാസിയുടെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അത്യധികം നിഷ്ഠ പാലിച്ചിരുന്നു. ഒരു ദിവ്യ അവതാര പുരുഷൻ എന്നതിലുപരി മഹാപ്രഭു ഒരു മാതൃകാ പുരുഷോത്തമനുമായിരുന്നു. മറ്റുള്ളവരുമായി അദ്ദേഹത്തിന്റെ വ്യവഹാരങ്ങൾ എല്ലാ സന്ദേഹങ്ങൾക്കും മീതെയായിരുന്നു. ഒരു ആചാര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതിനിപ്പാതത്തേക്കാൾ കഠിനവും റോസാപ്പൂവിനേക്കാൾ മൃദുലവുമായിരുന്നു. മഹാപ്രഭുവിന്റെ അനുചരന്മാരിൽ ഒരാളായ ഛോട്ടാ ഹരിദാസ് ഒരിക്കൽ ദുരാശയോടെ ഒരു യുവതിയെ വീക്ഷിക്കുക എന്ന മഹാപരാധം ചെയ്തു. സർവ ജീവജാലങ്ങളുടെയും പരമാത്മായ മഹാപ്രഭു ഛോട്ടാ ഹരിദാസിന്റെ ഈ കാമചിന്ത മനസ്സിലാക്കി അദ്ദേഹത്തെ തന്റെ സംഘത്തിൽ നിന്നും തൽക്ഷണം ബഹിഷ്കരിച്ചു. തന്റെ അപരാധം മാപ്പാക്കണമെന്ന് ഹരിദാസ് സവിനയം യാചിച്ചിട്ട് പോലും മഹാപ്രഭു അദ്ദേഹത്തെ സംഘത്തിൽ പിന്നീട് ഒരിക്കലും സ്വീകരിച്ചില്ല. മഹാപ്രഭുവിന്റെ സംഘത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട ഛോട്ടാ ഹരിദാസ് മനം നൊന്ത് ആത്മത്യാഗം ചെയ്തു. ഈ വിവരം തൽക്ഷണം മഹാപ്രഭുവിന്റെ ചെവിയിൽ എത്തിയിട്ടും അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറായില്ല. ഛോട്ടാ ഹരിദാസിന് ഉചിതമായ ശിക്ഷ ലഭിച്ചുവെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. പരിത്യാഗ ജീവിത ക്രമതത്വങ്ങളിലും അനുശാസനങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും മഹാപ്രഭു തയ്യാറായിരുന്നില്ല. മഹാഭക്തനായിരുന്നിട്ട് കൂടി ധനവാനാണെന്ന ഏക കാരണത്താൽ പ്രതാപരുദ്ര മഹാരാജാവിന് മഹാപ്രഭു ദർശനം നിഷേധിച്ചു. ഒരു അതീന്ദ്രവാദിയുടെ യഥാർത്ഥമായ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ മഹാപ്രഭു പ്രകടിപ്പിച്ചു. ഒരു ആത്മീയവാദിക്ക് സ്ത്രീകളോടോ ധനത്തോടോ യാതൊരു ബന്ധവുമില്ല. അത്തരം അടുത്ത ബന്ധങ്ങളിൽ നിന്ന് അദ്ദേഹം എപ്പോഴും വിട്ടുനിൽക്കും.
ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഭക്തരുടെ വിദഗ്ധമായ ഒരുക്കങ്ങളാൽ പ്രതാപരുദ്ര മഹാരാജാവിന് മഹാപ്രഭുവിന്റെ പ്രത്യേക പ്രീതി ലഭിച്ചു. മഹാപ്രഭുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ ഭക്തന് ഒരു ആരംഭ ഭക്തനോട് മഹാപ്രഭുവിനേക്കാൾ അധികം കാരുണ്യം പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ആകയാൽ ഒരു ശുദ്ധ ഭക്തൻ മറ്റൊരു ശുദ്ധ ഭക്തന്റെ പാതാര വിന്ദങ്ങളിൽ ഒരിക്കലും അപരാധം പ്രവർത്തിക്കരുത്. ഭഗവത് പാതാര വിന്ദങ്ങളിൽ ചെയ്യുന്ന അപരാധം കരുണാമയനായ ഭഗവാൻ ചിലപ്പോൾ ക്ഷമിച്ചേക്കാം. പക്ഷേ ഭക്തന്റെ പാതാര വിന്ദങ്ങളിലുള്ള അപരാധം ഭക്തിയുത സേവന പാതയിൽ യഥാർത്ഥ പുരോഗതി കാംക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അത്യന്തം ആപത്കരമാണ്. മഹാപ്രഭു പുരിയിൽ നിവസിച്ച കാലം അത്രയും ഭഗവാൻ ശ്രീ ജഗന്നാഥന്റെ രഥയാത്ര വേളകളിൽ 1000-ഓളം ഭക്തർ അദ്ദേഹത്തെ ദർശിക്കാൻ എത്തുമായിരുന്നു. രഥയാത്രാ സമയത്ത് മഹാപ്രഭുവിന്റെ പ്രത്യേക മേൽനേട്ടത്തിലുള്ള ഗുണ്ടീച മന്ദിര മാർജനം ഒരു പ്രധാന സേവന കർമ്മമായിരുന്നു. പുരിയിൽ മഹാപ്രഭുവിന്റെ നഗര സങ്കീർത്തനം ജനസമുദ്രങ്ങൾക്ക് ഒരു സവിശേഷ കാഴ്ച തന്നെയായിരുന്നു. ഇത് പൊതുജനങ്ങളെ ആത്മസാക്ഷാത്കാര പാതയിലേക്ക് നയിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗമാണ്. മഹാപ്രഭു പ്രാരംഭം കുറിച്ചതും ആത്മീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷാനുകൂല്യവുമായ ഈ സമൂഹ സങ്കീർത്തന പ്രസ്ഥാനത്തെ ബൃഹത്തായ മാനവ സമൂഹത്തെ സമാധാനത്തോടെയും മൈത്രിയോടെയും സഹവസിക്കുന്നതിനായി സമഗ്ര രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പ്രയോജനപ്പെടുത്താം. ലോക ജനതയുടെ ഒട്ടാകെയുള്ള വർത്തമാന ആവശ്യം കൂടിയാണിത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം തന്റെ പര്യടനം വീണ്ടും ആരംഭിച്ച മഹാപ്രഭു ഉത്തരേന്ത്യയിലെ വൃന്ദാവനവും സമീപ പ്രദേശങ്ങളെ സന്ദർശിക്കാൻ നിശ്ചയിച്ചു. മധ്യഭാരതത്തിലെ ധാരിഖണ്ഡ വനത്തിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള എല്ലാ വന്യമൃഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഭാഗവാക്കുകളായി. ക്രൂരമൃഗങ്ങളായ കടുവ, ആന, കരടി, മാൻ തുടങ്ങിയവയെല്ലാം സ്വാഭാവിക വൈരം മറന്ന് ഒരുമിച്ച് മഹാപ്രഭുവിനെ അനുഗമിച്ചു. അദ്ദേഹമാകട്ടെ അവരോടൊപ്പം സങ്കീർത്തനത്തിൽ ഏർപ്പെട്ടു. സങ്കീർത്തന പ്രസ്ഥാനം സാമാജികരുമായുള്ള തിരുനാമ ജപവും തിരുനാമ ഗുണവർണ്ണനയും പ്രചാരത്തിലൂടെ ഹിംസ മൃഗങ്ങൾക്ക് പോലും സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും വർത്തിക്കാൻ സാധിക്കുമെങ്കിൽ സംസ്കാര സമ്പന്നരെന്ന് കരുതപ്പെടുന്ന മനുഷ്യരുടെ കാര്യം പറയേണ്ടതില്ലെന്ന് മഹാപ്രഭു ഈ സംഭവത്തിലൂടെ സ്ഥാപിച്ചു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഭാഗമാകുന്നത് തിരസ്കരിക്കുകയില്ല. മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിനാകട്ടെ ജാതി, മത, വർഗ, നിറത്തിന്റെ പരിമിതികളുമില്ല. സങ്കീർത്തന പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഹിംസ മൃഗങ്ങൾക്ക് പോലും അനുവദിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്തായ ദൗത്യത്തെ കുറിച്ചുള്ള പ്രത്യക്ഷ പ്രമാണം. വൃന്ദാവനത്തിൽ നിന്നുമുള്ള മടക്കയാത്രയിൽ ആദ്യം പ്രയാഗയിലെത്തിയ മഹാപ്രഭു അവിടെ വെച്ച് രൂപ ഗോസ്വാമിയെയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ അനുപമനെയും കണ്ടുമുട്ടി. അനന്തരം മഹാപ്രഭു കാശിയിലെത്തി. 2 മാസത്തോളം ശ്രീ സനാതന ഗോസ്വാമിക്ക് അദ്ദേഹം അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ച് ഉപദേശം നൽകി. സനാതന ഗോസ്വാമിക്ക് നൽകിയ ഉപദേശങ്ങൾ അതിവിപുലമാക്കാൻ ആയാൽ പൂർണ്ണമായും ഉൾക്കൊള്ളിക്കുക സാധ്യമല്ല. പ്രധാന ആശയങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നവാബ് ഹുസൈൻ ഷായുടെ കീഴിലുള്ള ബംഗാൾ ഗവൺമെന്റിന്റെ മന്ത്രിസഭാംഗമായിരുന്ന സനാതന ഗോസ്വാമിക്ക് മുൻകാലത്ത് സാഗര മല്ലിക് എന്നറിയപ്പെട്ടു. മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ചേരാൻ ആഗ്രഹിച്ചതിനാൽ സേവനത്തിൽ നിന്നും വിരമിച്ചു. വൃന്ദാവനത്തിൽ നിന്നും മടങ്ങുന്ന വഴി വാരണാസിയിലെത്തിയ മഹാപ്രഭു സഹായിയായ മഹാരാഷ്ട്ര ബ്രാഹ്മണനോടൊപ്പം ശ്രീ തപന മിശ്രയുടെയും ചന്ദ്രശേഖരുടെയും അതിഥിയായി. മായാവാദ പാഠശാലയിലെ മഹാസന്യാസിയായ ശ്രീപാദ പ്രകാശാനന്ദ സരസ്വതിയായിരുന്നു ആ സമയത്ത് വാരണാസിയിലെ പ്രമാണി. മഹാപ്രഭു വാരണാസിയിൽ വസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമൂഹ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ സാമാന്യ ജനങ്ങൾ ആകൃഷ്ടരായി. മഹാപ്രഭു സന്ദർശിച്ച സ്ഥലത്തൊക്കെ, പ്രത്യേകിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിൽ, ആയിരക്കണക്കിന് തീർത്ഥാടകർ അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു. ഇവരിൽ ചിലർ മഹാപ്രഭുവിന്റെ ശാരീരിക സവിശേഷതകളാലും മറ്റു ചിലർ ഭഗവത് മഹാത്മ്യങ്ങൾ പ്രകീർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രവണാമൃതമായ സുന്ദര ഗാനത്താലും ആകൃഷ്ടരായി. മായാവാദി സന്യാസിമാർ തങ്ങളെ സ്വയം നാരായണൻ ആണെന്ന് വിശേഷിപ്പിക്കുക. വാരണാസിയിൽ ഇന്നും ധാരാളം മായാവാദ സന്യാസിമാർ നിറഞ്ഞു കവിയുന്നു. മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തെ ദർശിച്ച ചിലർ മഹാപ്രഭു സ്വയം നാരായണൻ തന്നെയാണെന്ന് നിരൂപിച്ചു. ഈ വാർത്ത സന്യാസി ശ്രേഷ്ഠനായ പ്രകാശാനന്ദയുടെ ശിബിരത്തിലും എത്തി.
ഭാരതത്തിൽ മായാവാദ പാഠശാലയും ഭാഗവത പാഠശാലയും തമ്മിൽ സദാ ഒരു പ്രത്യേക സ്പർദ്ധ നിലനിന്നിരുന്നു. മഹാപ്രഭു ഒരു വൈഷ്ണവ സന്യാസിയാണെന്ന് പ്രകാശാനന്ദ സരസ്വതിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത തന്നെ അറിയിച്ചവരുടെ മുന്നിൽ പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിന്റെ മഹത്വത്തെ ലഘൂകരിച്ച് അവതരിപ്പിച്ചു. സങ്കീർത്തന പ്രസ്ഥാനം വെറും ഒരു മതവികാരം മാത്രമാണെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നതിനാൽ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തെ അദ്ദേഹം തരം താഴ്ത്തി കാണിച്ചു. വേദാന്തത്തിന്റെ അതിഗംഭീര വക്താവായതിനാൽ അദ്ദേഹം തന്റെ അനുയായികളോട് സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ആസക്തരാകാതെ വേദാന്ത പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ ഉപദേശിച്ചു. മഹാപ്രഭുവിന്റെ ഭക്തനായി തീർന്ന ഒരു ബ്രാഹ്മണൻ പ്രകാശാനന്ദയുടെ വിമർശനം സഹിക്കാൻ കഴിയാതെ മഹാപ്രഭുവിന്റെ സമക്ഷം തന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ ചെന്നു. താൻ പ്രകാശാനന്ദയുടെ മുന്നിൽ മഹാപ്രഭുവിന്റെ നാമം ഉച്ചരിച്ചപ്പോൾ പ്രകാശാനന്ദ മഹാപ്രഭുവിനെ ശക്തമായി വിമർശിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ചൈതന്യ എന്ന് പലതവണ ഉച്ചരിക്കുന്നത് താൻ ശ്രദ്ധിച്ചുവെന്നും ബ്രാഹ്മണൻ അറിയിച്ചു. എന്നാൽ ഒരിക്കൽ പോലും കൃഷ്ണ എന്ന് അദ്ദേഹത്തിന് ജപിക്കാൻ കഴിയാതിരുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ അറിയിച്ചു. ശ്രീകൃഷ്ണന്റെ തിരുനാമം ഉരുവിടാൻ മായാവാദികൾക്ക് സാധിക്കില്ലെന്ന് മഹാപ്രഭു പുഞ്ചിരിച്ചുകൊണ്ട് ഭക്തനായ ആ ബ്രാഹ്മണനെ വിശദമാക്കി. മായാവാദികൾ സദാ ബ്രഹ്മ, ആത്മ, ചൈതന്യ തുടങ്ങിയവയെല്ലാം ഉച്ചരിക്കുമെങ്കിലും അവർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ അപരാധികളാകയാൽ അവർക്ക് കൃഷ്ണന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുന്നില്ല. കൃഷ്ണ എന്ന നാമവും പരമദിവ്യത്വം പുരുഷനായ ശ്രീകൃഷ്ണനും അഭിന്നരാണ്. ഭഗവത് ധർമ്മത്തിൽ സർവ്വതും അതീന്ദ്രിയ പരമാനന്ദമാകയാൽ നിരപേക്ഷ തലത്തിൽ നാമം, രൂപം, നിരപേക്ഷ സത്യസ്വരൂപം എന്നിവയെല്ലാം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പരമദിവ്യോത്തം പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ അന്തരമില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യദേഹത്തിൽ നിന്നും അഭിന്നമായ ജീവജാലങ്ങളിൽ നിന്നും എപ്പോഴും ഭഗവാൻ വ്യത്യസ്തനാണ്. പരമദിവ്യോത്തം പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം, യശസ്, മാഹാത്മ്യം തുടങ്ങിയവയെ കുറിച്ചെല്ലാം യഥാർത്ഥത്തിൽ ഗ്രഹിക്കുക സാമാന്യ ജനങ്ങൾക്ക് അത്യന്തം പ്രയാസകരമാണ്. ഭഗവാന്റെ നാമരൂപ ലീലകളും കീർത്തിയുമെല്ലാം ഒരേ അതീന്ദ്രിയ താതാത്മ്യങ്ങളാകയാൽ ഭൗതിക ഇന്ദ്രിയ കസർത്തുകളാൽ അവ മനസ്സിലാക്കുക സാധ്യമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുസൻ മാതാജി. അപ്പോ നമ്മൾ ഇന്ന് ഭാഗവതത്തിലെ അവതാരികയിൽ സംസാരിക്കുന്നത്, നമ്മൾ ആദ്യം കാണുന്നത് പ്രതാപരുദ്ര മഹാരാജാവിനെ കുറിച്ചിട്ടാണ്. അപ്പോ മഹാപ്രഭു പുരിയിൽ തിരിച്ചെത്തിയപ്പോ തന്നെ പുരിയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമായി. കാരണം മഹാപ്രഭു തിരിച്ചെത്തിയല്ലോ. അപ്പോ അവിടെ നമുക്ക് പ്രതാപരുദ്ര രാജാവിന്റെ കഥ വരുന്നുണ്ട്. അതായത് പ്രതാപരുദ്ര മഹാരാജാവ് തന്റെ മുൻ ജന്മത്തില് ഇന്ദ്രദുപ്ന രാജാവായിരുന്നു. അദ്ദേഹം നമ്മുടെ ജഗന്നാഥ സ്വാമിയുടെ ഒരു ഭക്തനായിരുന്നു. പ്രതാപരുദ്ര മഹാരാജാവ് മാൽവ രാജ്യത്തെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് കാശി മിശ്രയായിരുന്നു. അപ്പം പ്രതാപരുദ്ര മഹാരാജാവിന് ചൈതന്യ മഹാപ്രഭുവിനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായി അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ രാമരായരുടെ അടുത്തും ഭട്ടാചാര്യരുടെ അടുത്തും ഒക്കെ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യായിരുന്നു രാജാവിന് മഹാപ്രഭുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എപ്പോഴും മഹാപ്രഭു അതിനെ നിഷേധിച്ചു. ഇത്രയും ഭാഗവത്തിന്റെ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്, ഇത്രയും അടുത്ത് നിൽക്കുന്ന അസോസിയേറ്റ്സ് പലതവണ റെക്കമെൻഡ് ചെയ്തിട്ട് പോലും ചൈതന്യ മഹാപ്രഭു രാജാവിനെ കാണാൻ തയ്യാറായില്ല. കാരണം അതിൽ മഹാപ്രഭു പറയുന്നത് അവർക്ക് തമ്മിൽ ഒരു മതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ചൈതന്യ മഹാപ്രഭുവിനും പ്രതാപരുദ്ര മഹാരാജാവിനും. ആ മതിൽ എന്താണെന്ന് വെച്ചാല് രാജാവിന്റെ രാജപദവിയും അദ്ദേഹത്തിന്റെ ഓപ്പുലൻസ്, അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന്റെ പദവിയും ഒക്കെ ആയിരുന്നു അതിന്റെ ഇടയിൽ നിന്ന ഒരു മതിൽ. കാരണം ചൈതന്യ മഹാപ്രഭു എപ്പോഴും വിശ്വസിച്ചു അസോസിയേഷൻ എടുക്കുന്നത് ആരോടെ ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മഹാപ്രഭു ആ രാജപദവിയെ രാജാവിന് ഒരു സർപ്പം, ആ ഒരു പദവിയെ സർപ്പത്തോടാണ് ഉപദേശിച്ചത്. സർപ്പം എപ്പോഴായാലും സർപ്പം തന്നെയാണ്. ആ വിഷവും ആ ഒരു ഇതും ഉണ്ട്. അതായത് രാജാവിന് എപ്പോഴും രാജപദവി എന്നുള്ള ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ അത് തനിക്ക് അത്ര നല്ലതല്ല, ആ ഒരു അസോസിയേഷൻ സന്യാസിക്ക് ചേർന്നതല്ല എന്ന് മഹാപ്രഭു ചിന്തിച്ചിരുന്നു. അപ്പോ കുറെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും ഇദ്ദേഹം മഹാപ്രഭു കാണാൻ തയ്യാറാവാതിരുന്നപ്പോ ഇദ്ദേഹം രാജാവ് പറഞ്ഞു, അതായത് മഹാപ്രഭു എന്തിനാണ് ഇവിടെ അവതരിച്ചത്? കൃഷ്ണപ്രേമത്തിലൂടെ എല്ലാവർക്കും മോക്ഷം കൊടുക്കാനാണ്. എന്നാൽ ഞാൻ അത്രയും പാപിയാണല്ലോ, ഞാനൊരു വ്യത്യസ്തനാകുന്നല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്റെ രാജപദവി കൊണ്ടാണോ
അല്ലെങ്കിൽ എന്റെ ഈ ഒരു ജനനം, അല്ലെങ്കിൽ എന്റെ വൈഫ്, എന്റെ കുട്ടികൾ, അല്ലെങ്കിൽ എന്റെ പദവിയാണോ ഇതിന് കാരണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ ജീവൻ, മഹാപ്രഭു എന്നെ കണ്ടില്ല എങ്കിൽ എന്റെ ജീവൻ തന്നെ ഞാൻ വെടിയുമെന്ന് രാജാവ് പറയും. അപ്പോ സാർവഭൗമ ഭട്ടാചാര്യർ പറയും, അങ്ങനെയൊന്നും വേണ്ട, കുറച്ചു ദിവസം കൂടെ വെയിറ്റ് ചെയ്യൂ. എന്താണ്, നമുക്ക് രഥയാത്ര വരുന്നുണ്ട്. രഥയാത്ര വരുമ്പോ എന്താണ്, രഥയാത്ര വരുമ്പോ ചൈതന്യ മഹാപ്രഭു ഭയങ്കര ഒരു എക്സ്റ്റസി മൂഡിലായിരിക്കും, ഭയങ്കര ഒരു ലെവലിലായിരിക്കും അദ്ദേഹത്തിന്റെ ഡാൻസും പാട്ടും ഒക്കെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഗുണ്ടീച ഗാർഡനിൽ അവിടെ എത്തുമ്പോ അദ്ദേഹം വേറൊരു മൂഡിലോട്ട് പോയി അവിടെ വിശ്രമിക്കും. ആ സമയത്ത് അങ്ങേക്ക് അവിടെ പോയി, പക്ഷെ എങ്ങനെ പോണം, ഈ രാജാവിന്റെ പട്ടുവസ്ത്രങ്ങളോ അലങ്കാരങ്ങളോടെ ഒന്നുമല്ല, ഒരു തെരുവിൽ ഭിക്ഷയാചിക്കുന്ന ഒരു ആള് എങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അയാളുടെ രീതി, ആ രീതിയിൽ അങ്ങ് പോയി ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങൾ എടുത്ത് മസാജ് ചെയ്യാം. അതിന്റെ കൂടെ എന്തുകൂടെ പാടണം, ഗോപികാ ഗീതം പാടിക്കൊണ്ട് വേണം അത് ചെയ്യാനെന്ന് പറയും. അങ്ങനെ രഥയാത്ര തുടങ്ങും. ചൈതന്യ മഹാപ്രഭു കീർത്തൻ ടീമിനെ 4ആയിട്ട് തിരിക്കും. ആദ്യത്തെ ടീമിൽ നിത്യാനന്ദ പ്രഭു, രണ്ടാമത്തെ ടീമിൽ അദ്വൈതാചാര്യർ, മൂന്നാമത്തെ ടീം ഹരിദാസ് ഠാക്കൂർ, നാലാമത്തെ ടീം വക്രേശ്വര പണ്ഡിത. അപ്പൊ ഈ 4 പേരും സൂപ്പർ ഡാൻസേഴ്സ് ആയിരുന്നു. അങ്ങനെ 4 ടീമും, ആ 4 ടീമിൽ 4 നല്ല സിംഗേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യും. ഒരു ടീമില് സ്വരൂപ ദാമോദര, അടുത്ത ടീമില് ശ്രീവാസ് പണ്ഡിത, മൂന്നാമത്തെ മുകുന്ദ, നാലാമത്തത് ഗോവിന്ദ ഘോഷ്. അപ്പൊ ഇങ്ങനെ 4 ടീമായിട്ട് തിരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മഹാപ്രഭു വീണ്ടും ഒരു 3 ടീമും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അതിൽ ഒന്നാമത്തേല് ബംഗാളി ഡിവോട്ടീസ്, കുലീന ഗ്രാമത്തിൽ നിന്നുള്ള ബംഗാളി ഡിവോട്ടീസും, പിന്നെ ശാന്തിപുര ഗ്രാമത്തിൽ നിന്നുള്ള ഡിവോട്ടീസും, മൂന്നാമത്തെ ടീമില് ശ്രീകണ്ഠ ഗ്രാമത്തിൽ നിന്ന്. അപ്പം ഇങ്ങനെ 7 ടീമായിട്ട് മഹാപ്രഭു തിരിക്കും. എന്നാ കീർത്തനൊക്കെ തുടങ്ങി ഭയങ്കര സന്തോഷമായിട്ട് പോകുമ്പോ നമ്മുടെ പ്രതാപരുദ്രം രാജാവ് ദൂരത്ത് നിന്നത് കാണുന്നുണ്ട്, ഈ സങ്കീർത്തനവും ഇതൊക്കെ. അപ്പൊ രാജാവ്, നമുക്കറിയാം രാജാവിന്റെ ജോലി, രാജാവാണ് എന്ത് ചെയ്യുന്നത്, തറ തൂക്കും. നമുക്ക് ഇപ്പോഴും നമ്മുടെ രഥയാത്രയ്ക്ക് അറിയാല്ലേ, നമ്മുടെ സീനിയർ ഡിവോട്ടീസ് തറ തൂക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോ അദ്ദേഹം ഇങ്ങനെ ഈ സേവ ചെയ്തുകൊണ്ട് നോക്കുമ്പോഴത്തേനും 7 ഗ്രൂപ്പ് ഉണ്ട്. ഈ 7 ഗ്രൂപ്പിൽ ആരെ കാണാം, ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിക്കും, ഇതെന്താ എനിക്ക് കാണുന്നത്, ഞാൻ എനിക്ക് ശരിയാണോ ഞാൻ ഈ കാണുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് തോന്നും. അപ്പൊ ഈ ഒരു ചൈതന്യ മഹാപ്രഭുവിനെ 7ആയിട്ട് കാണാൻ സാധിക്കുന്നത് പ്രതാപരുദ്ര രാജാവിനും കാശി മിശ്രയ്ക്കും സാർവഭൗമ ഭട്ടാചാര്യർക്കും മാത്രമാണ് ഈ 7ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും അവരവരുടെ ടീമിൽ മാത്രം ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇദ്ദേഹത്തിന് തോന്നുവാണ്, ഞാൻ കാണുന്നത് ശരിയാണോ, ഇനി എന്റെ തെറ്റാണോ, എനിക്ക് ഇല്യൂഷൻ സംഭവിക്കുന്നതാണോ എന്നിങ്ങനെ തോന്നും. അപ്പോഴത്തേക്കും കാശി മിശ്ര പറയും, അല്ല, താങ്കൾ ഭഗവാന്റെ സേവ നിലം തൂക്കുന്നത് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു അങ്ങയില് മേഴ്സിഫുൾ ആയിരിക്കുന്നതാണ്. മഹാപ്രഭുവിന്റെ മേഴ്സി കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാഴ്ച അല്ല. ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം മഹാപ്രഭു നൽകിയിട്ടുള്ളൂ. അത് അങ്ങ് അത്രയും ഭാഗ്യവാനായത് കൊണ്ടാണെന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ് രഥയാത്ര ഇങ്ങനെ കുറെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും പ്രതാപരുദ്ര രാജാവ് ദൂരെ നിന്ന് കാണുകയാണ്. അപ്പോഴത്തേക്കും മഹാപ്രഭുവിന്റെ ഡാൻസ് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സെർവന്റ് ആയിട്ടുള്ള ഹരിചന്ദനയുടെ തോളിൽ ഇങ്ങനെ കൈവച്ച് ചാടിയാണ് ഇദ്ദേഹം ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ശ്രീവാസ് പണ്ഡിറ്റ് അങ്ങോട്ട് വരും. അദ്ദേഹവും ഇവിടെ നിന്ന് കാണും. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്കിലായി പോകും രാജാവിന് ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പം ശ്രീവാസ് പണ്ഡിറ്റും ഡാൻസ് കണ്ടിട്ട് അദ്ദേഹവും ഡാൻസ് ചെയ്ത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുമ്പോഴത്തേക്കും രാജാവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് രാജാവിന്റെ സെർവന്റ് ആയിട്ടുള്ള ഹരിദാസ് 2-3 വട്ടം ശ്രീവാസ് പണ്ഡിറ്റിന്റെ അടുത്ത് പറയും, രാജാവിന് കാണാൻ പറ്റുന്നില്ല, മാറി നിൽക്കൂ, ഒതുങ്ങി നിൽക്കൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹം കേൾക്കത്തില്ല. വീണ്ടും പറയുമ്പോഴത്തേക്കും ശ്രീവാസ് പണ്ഡിറ്റിന് ദേഷ്യം വന്നിട്ട് ഹരിദാസിന് ഒരു അടി കൊടുക്കും. അപ്പോഴത്തേക്കും ഇത് രാജാവല്ലേ, രാജാവിന്റെ ഭടന്മാരൊക്കെ വന്നിട്ട് ഹരിദാസിനെ പണ്ഡിറ്റിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം രാജാവ് പറയും, അയ്യോ, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത അസോസിയേറ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഒരു അടി കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യം എന്ന് വിചാരിച്ച് നീ സഹിച്ചോ, നീ അത്രയും ഭാഗ്യവാനായതുകൊണ്ടാണ് നിനക്ക് ഈ അടി കിട്ടിയത്, അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യേണ്ട, വിട്ടേക്കാൻ പറയും. അപ്പൊ അതിനിടയിൽ രഥയാത്ര കുറച്ച് കഴിയുമ്പോൾ ഗുണ്ടിജയിലും അവിടെ എത്തും. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഭഗവാന് നിറയെ ഓഫറിങ് കൊടുക്കും.
അപ്പൊ അവിടെ നല്ല തിരക്കാവും. അപ്പം ഒരു കുറച്ചു നേരത്തേക്ക് മഹാപ്രഭു തളർന്ന് ഒരിടത്ത് ഇരിക്കും. അപ്പൊ എന്തെങ്കിലും കീർത്തൻ ടീമും തളർന്നിട്ട് കുറച്ചു നേരം അവര് റെസ്റ്റ് എടുക്കും. അപ്പോഴത്തേക്കും കീർത്തനം കേൾക്കാനാകുമ്പോൾ മഹാപ്രഭുവിന് തോന്നും, ഞാൻ രാധയാണ്, ഭഗവാൻ എന്നെ വിട്ട് മധുരയ്ക്ക് പോയി, ഞാനിപ്പം ഭഗവാനുമായിട്ടുള്ള സെപ്പറേഷനിലാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പൊ ഈ സമയത്ത് രാജാവിന് മനസ്സിലാവും ഇതാണ് എന്റെ സമയം. നേരത്തെ സർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സമയം വരുമ്പോ അങ്ങേക്ക് പോയി കാണാം. അപ്പം ഉടനെ തന്നെ രാജാവ് ഇവരുടെ സാർവഭൗമ ഭട്ടാചാര്യത്തും കാശി മിശ്രടുത്തും വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ സമയമായി, ഞാൻ പൊക്കോട്ടെ, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് മഹാപ്രഭുവിനെ കാണാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ പട്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു സാധാ ധോത്തിയും ഇത് ചെയ്ത് ഓടിപ്പോവും. ഓടിപ്പോയിട്ട് തളർന്നു കിടക്കുന്ന മഹാപ്രഭു കരഞ്ഞു കിടക്കുകയാണ് ഭഗവാനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓടിപ്പോയിട്ട് തളർന്നിരിക്കുന്ന മഹാപ്രഭുവിന്റെ പാദം എടുത്ത് തന്റെ കാലിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? പാടും. ഏതാണ്? നമ്മുടെ ഗോപികാ ഗീത ഫസ്റ്റ് ശ്ലോകം ഏതാണ്? ജയതി തേതികം ജന്മനാവ്രജാ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാ ത്വം വിചിന്വതേ. അപ്പൊ ഇത് പ്രതാപരുദ്ര മഹാരാജ് വളരെ മെലോഡിയസ് ആയിട്ട് വളരെ ഈണത്തിൽ അത് പാടുമ്പോ മഹാപ്രഭുവിന് ബോധമില്ല, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇത്രയിനിടയിലും ഇത്രയും മധുരതരമായിട്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹാപ്രഭു ചോദിക്കും, ആരാണ് എന്റെ കാതുകളിൽ ഇത്രയും മനോഹരമായിട്ട് മധുരതരമായിട്ട് ഭഗവാന്റെ കുറിച്ച് പാടുന്നത്? വീണ്ടും പാടൂ പാടൂ എന്ന് പറയും. അപ്പൊ രാജാവ് വീണ്ടും പാടും. എന്താണ്? തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃണന്തി ദേ ഭൂരിതാ ജനാ. അപ്പം മഹാപ്രഭുവിന് അദ്ദേഹത്തിന്റെ ഇമോഷൻസിന് ഭയങ്കര സന്തോഷമായിട്ട് അത് കൺട്രോളിനാവാതെ ചോദിക്കും, ആരാണ് അങ്ങ്, ആരാണെന്ന് ചോദിക്കും. അപ്പം പ്രതാപരുദ്ര രാജാവ് പറയും, ഞാന് ഐ ആം ദ സെർവന്റ് ഓഫ് ദ സെർവന്റ് ഓഫ് ദ സെർവന്റ് ഓഫ് യുവർ സെർവന്റ് എന്ന് പറയും. അപ്പോഴത്തേക്കും മഹാപ്രഭു ഭയങ്കര സന്തോഷമായിട്ട് പറയും, അവര് പറയും എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊന്ന് അങ്ങേ ഹഗ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു പ്രതാപരുദ്ര മഹാരാജാവിനെ ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിട്ട്, ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന് നടന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നടന്നത്? അദ്ദേഹത്തിന്റെ പവറും അദ്ദേഹത്തിന്റെ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് മഹാപ്രഭുവിന് വേണ്ടി അദ്ദേഹം ഒരു സ്ട്രീറ്റ് ബെഗറായിട്ട്, ഒരു തെരുവില് ഒരു യാചകനായിട്ട് ഇറങ്ങി വന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ മാത്രമേ മഹാപ്രഭു അത് മാത്രമേ പറഞ്ഞോളൂ, ഈ ഒരു രാജ പദവി മാത്രമേ അവർക്കിടയിൽ തടസ്സമായി നിന്നോളൂ. അത് മാറിയപ്പോ അവര് ദർശനം മഹാപ്രഭു കൊടുത്തു. അപ്പൊ ഇതില് മഹാപ്രഭു പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മൾ ആരുടെയാണോ അസോസിയേഷൻ എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊരു എന്താണ് ഇതിൽ പറയുന്നുണ്ട്, സർവ്വ ജീവജാലങ്ങളുടെയും പരമാത്മായ മഹാപ്രഭു ആ ഒരു ഛോട്ട ഹരിദാസിന്റെ ഒരു ചെറിയ ചിന്തയിൽ തന്നെ വളരെയധികം ദേഷ്യപ്പെടുകയും അദ്ദേഹം എന്താണ് ആത്മത്യാഗം ചെയ്തു എന്ന് അറിഞ്ഞിട്ട് പോലും മഹാപ്രഭു അതിൽ ഭയങ്കരമായിട്ട് വിഷമമൊന്നും തോന്നിയില്ല. മഹാപ്രഭു പറഞ്ഞു അതന്നെ, അവന് ആവശ്യമുള്ള ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് അത്ര ഒരു സന്യാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മഹാപ്രഭു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു. അദ്ദേഹം പുറത്തുനിന്ന് ഒരു സന്യാസിക്ക് എന്താണ് കഴിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്നു. പുറത്ത് ഒരു ബ്രാഹ്മിൺസിന്റെ കയ്യിൽ നിന്നല്ലാതെ ഒരിടത്തുനിന്നും അദ്ദേഹം പ്രസാദം കഴിക്കില്ലായിരുന്നു. അദ്ദേഹം അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിലെ പരിത്യാഗ ജീവിത ക്രമ തത്വങ്ങളിലും അനുശാസനങ്ങളിലും മഹാപ്രഭു യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല എന്ന് പറയണം. അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പ്രതാപരുദ്ര രാജാവിന് ഈ ഒരു ഇത് കിട്ടിയത്? ഒരു ഭക്തൻ സാർവഭൗമ ഭട്ടാചാര്യര് പറഞ്ഞു കൊടുത്തു വഴി, എങ്ങനെ മഹാപ്രഭുവിന്റെ അടുത്ത് എത്തണമെന്ന്. അതായത് ഒരു ശുദ്ധ ഭക്തന്റെ പാതാര വിന്ദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. എന്നാൽ നമ്മൾ ഒരു ശുദ്ധ ഭക്തന്റെ അപരാധം ചെയ്താല്, ഭഗവാനോട് അപരാധം ചെയ്താൽ ഭഗവാൻ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ഒരു ഭക്തന് അപരാധം ചെയ്താൽ ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അത് പറയുന്നുണ്ട്, ഒരു ശുദ്ധ ഭക്തൻ മറ്റൊരു ശുദ്ധ ഭക്തന്റെ പാതാര വിന്ദങ്ങളിൽ ഒരിക്കലും അപരാധം പ്രവർത്തിക്കരുത്.
ഭഗവത് പാതാരവിന്ദങ്ങളിൽ ചെയ്യുന്ന അപരാധം കരുണാമയനായ ഭഗവാൻ ചിലപ്പോൾ ക്ഷമിച്ചേക്കാം. പക്ഷേ ഭക്തന്റെ പാതാരവിന്ദങ്ങളിൽ അപരാധം ചെയ്താൽ ഭക്തിയുദ്ധ സേവനത്തിന്റെ യഥാർത്ഥ പുരോഗതി കാക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അത്യന്തം ആപത്തരമാണ്. അപ്പൊ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും വൈഷ്ണവ അപരാധം ചെയ്യരുത്. ഇത് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഒരു പോയിന്റ് പറയാണ്. അദ്ദേഹം എവിടെ ധാരിക്കണ്ട വനത്തിലെത്തി കീർത്തൻ ചെയ്യുമ്പോൾ അവിടെ കടുവ, ആന, കരടി, മാന് എല്ലാ മൃഗങ്ങളും എന്താണ് ഇവരൊക്കെ ശത്രുക്കളാണല്ലേ. കരടി മാനിനെ കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയാൽ അവർ അതിനെ കടിക്കും. അങ്ങനെയുള്ള മൃഗങ്ങൾക്ക്, അതായത് വിവേകമില്ലാത്ത മൃഗങ്ങൾ പോലും ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനം കേൾക്കുമ്പോൾ വളരെ സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും നിൽക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ മനുഷ്യർക്ക് അത് കുറച്ചുകൂടെ എളുപ്പം കഴിയില്ലേ എന്നാണ് ഈ ഒരു ഇതിലൂടെ മഹാപ്രഭു നമുക്ക് കാണിച്ചു തരുന്നത്. മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഒരിക്കലും ജാതിയോ മതമോ വർഗമോ നിറമോ ഒന്നും ഒരു ബാരിയർ അല്ലായിരുന്നു. ഒരു നാമം ജപിച്ച് ഭഗവാനെ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഭഗവാനിൽ കിട്ടാൻ പറ്റും. ഇതില് പറയുന്നുണ്ട്, സങ്കീർത്തന പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഹിംസ മൃഗങ്ങളെ പോലും അനുവദിച്ചു എന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ ദൗത്യം. അതായത് സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യക്ഷ പ്രമാണം തന്നെയാകുന്നു. പ്രത്യക്ഷ പ്രമാണം എന്ന് വെച്ചാൽ നമ്മള് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. 3 തരം പ്രമാണങ്ങളുണ്ട്. പ്രത്യക്ഷ പ്രമാണം, അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് പ്രത്യക്ഷ പ്രമാണം. രണ്ടാമത്തെ അനുമാനം, അതായത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ചിന്ത. മൂന്നാമത്തേതാണ് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം എന്ന് വെച്ചാല് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത ഭഗവാൻ നേരിട്ട് പറഞ്ഞു തന്നതാണ്. അങ്ങനെ വന്നതാണ് ശബ്ദപ്രമാണം. അതാണ് 3 തരം പ്രമാണങ്ങൾ നമുക്കുള്ളത്. പിന്നെ പറയുന്നുണ്ട്, ലാസ്റ്റില് ഭഗവാന്റെ കൃഷ്ണന്റെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു അന്തരവുമില്ല. അതായത് ഭഗവാന്റെ തിരുനാമം ഉരുവിടാൻ ആർക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് മായാവാദികൾക്ക്. അതിന്റെ ഒരു കഥ പറയുന്നുണ്ട്. പ്രകാശാനന്ദ സരസ്വതിക്ക് എന്ത് ചെയ്യില്ല, അയാള് ഭഗവാനെ കുറിച്ച് പറയാതിരിക്കുമ്പോ ഭഗവാന്റെ ഭക്തനായി ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ വന്ന് പ്രകാശാനന്ദയെ വിമർശിക്കുമ്പോ മഹാപ്രഭു എന്ത് പറയാം, അയാള് മഹാപ്രഭുവിന്റെ ചൈതന്യ എന്ന് പറയുന്നുണ്ട്, പക്ഷെ കൃഷ്ണ എന്ന് അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ മഹാപ്രഭു പറയുന്നുണ്ട്, അത്രയും ഭാഗ്യമുള്ള ഒരാളിന് മാത്രമേ കൃഷ്ണ എന്ന നാമം ഉരുവിടാൻ കഴിയുള്ളൂ. ഒരു പാപിക്ക് ഒരിക്കലും കൃഷ്ണ എന്നുള്ള വാക്ക് ഉരുവിടാൻ കഴിയില്ല. അപ്പോ നമ്മൾ ചിന്തിക്കണം, നമുക്ക് നാമം ജപിക്കാൻ കഴിയുന്നുണ്ടെങ്കിലോ, നമുക്ക് ഭഗവാന്റെ സേവ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബഹുമാൻ ജന്മനാ മന്ദേ, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരാൾക്ക് ഭഗവാനാണ് വലുതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി ഭഗവാന്റെ സേവ ചെയ്യാൻ ഒരവസരം കിട്ടുന്ന ജന്മം കിട്ടുക എന്നുള്ളത് തന്നെ വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ജന്മം കിട്ടിയ നമ്മൾ അതിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഹരേ കൃഷ്ണ. എനിക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത്. ഡിവോട്ടീസിന് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ ദയവായി തിരുത്തി തരിക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സൗണ്ട് ഇല്ലല്ലോ. ഹരേ കൃഷ്ണ മാജി, പറയണം മാജി. 3 തരം പ്രമാണം പറഞ്ഞില്ലേ? പ്രമാണങ്ങൾ 3 എണ്ണം. അതൊന്നും അത് എന്താ ഭഗവത്ഗീത ഭഗവാൻ പറയുന്നത്. പിന്നെ 2 പ്രമാണങ്ങൾ എന്താണ് മാതാജി? അതായത് ശബ്ദ പ്രമാണം, ആദ്യത്തത് പ്രത്യക്ഷ പ്രമാണം മാജി, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നത്. ചൈതന്യ മഹാപ്രഭു കീർത്തൻ ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളും എല്ലാരും പരസ്പരമുള്ള വൈരം മറന്ന് അവരെന്ത് ചെയ്തു, ഒരുമിച്ച്. അത് നമ്മുടെ നാമജപത്തിന്റെ ഒരു ശക്തിയാണ്. അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കിയതാണ്. രണ്ടാമത്തത് അനുമാനം, അതായത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഡാർവിന്റെ തിയറി ഉണ്ട്, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണാമം ചെയ്താണ് വന്നതെന്നുള്ളത്. അത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതൊരു അനുമാനമാണ്. അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു അനുമാനമാണ്.
മൂന്നാമത്തതാണ് ശബ്ദ പ്രമാണം. അതായത് ഭഗവാൻ ഭഗവത്ഗീത നമുക്ക് തന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഭാഗവത് ആയാലും ഭഗവാന്റെ ഭക്തന്മാര് തന്നു. അപ്പൊ അതിന് നമുക്കൊരു എന്താണ് ഒരു ഓർഡർ ഉണ്ട്. ഇങ്ങനെയാണ് വന്നത്, ആരിൽ നിന്ന് ആരിലോട്ട് വന്നു നമുക്കറിയാം. ബ്രഹ്മദേവൻ ഇഷാഗുന്, ഇഷാഗുമാർ, ആ ഒരു ചാർട്ട് ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം മാറ്റി. അങ്ങനെ വന്നോളൂ. അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്തുണ്ട്, എന്താ പറയാ, അതിനൊരു അത് അങ്ങനെയാണ് വന്നേന്നുള്ളതിന് നമുക്ക് ഉറപ്പുണ്ട്. അതാണ് ശബ്ദ പ്രമാണം എന്നുള്ളത്. മാജി ക്ലിയർ ആണോ മാജി? താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ ഐശ്വര്യ മാജി. ഹരേ കൃഷ്ണ ഐശ്വര്യ മാജി. മാജി നല്ല ക്ലാസ് ആയിരുന്നു മാജി. ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റില് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യട്ടെ മാജി. അതായത് ശബ്ദ പ്രമാണമാണ് ഏറ്റവും ഉന്നതമായ പ്രമാണം. അതാണ് വേദാനുസൃതമായി വരുന്ന കാര്യം. അത് ആത്മീയ ലോകത്തിൽ നിന്ന് വരുന്നതാണ്, ഭഗവാനിൽ നിന്ന് വരുന്നതാണ് ശബ്ദ പ്രമാണം. പിന്നെ നമ്മുടെ ഈ പ്രത്യക്ഷ പ്രമാണം, അതായത് നമ്മൾ കണ്ട് അതിനെ ഇത് ചെയ്യുന്നതാണ്. പക്ഷെ അത് എന്താണ്, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് ഗ്രഹിക്കുന്നതനുസരിച്ച് അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. അപ്പം അതാണ് അപ്പം ഏറ്റവും ഉന്നതമായതെന്ന് പറയുന്നത് ശബ്ദ പ്രമാണമാണ്. അതിന് നമ്മൾ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂര്യൻ. നമ്മൾ സൂര്യനെ അടുത്ത് കാണുന്നു. നമ്മളപ്പോ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ ചെറിയൊരു ഗോളമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സൂര്യൻ അത്രയേ ഉള്ളൂ. പക്ഷെ സൂര്യൻ അത്രയാണോ ഉള്ളത്? ഒരിക്കലും അല്ല. അപ്പം നമ്മൾ സൂര്യന്റെ അടുത്ത് പോയാലേ സൂര്യന്റെ വ്യാപ്തിയും സൂര്യന്റെ ചൂടും നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതിന് എപ്പോഴും ലിമിറ്റേഷൻസും പരിമിതിയും ഉണ്ട്. എന്നാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രമാണം തീർച്ചയായിട്ടും ശബ്ദ പ്രമാണം തന്നെയാണ്. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അതായത് നമ്മൾ ഇത്രയും പ്രതാപരുദ്ര മഹാരാജാവിനെ പറ്റി പറഞ്ഞു. പ്രതാപരുദ്ര മഹാരാജാവ് രാജാവായിരുന്നു. മുൻ ജന്മത്തിൽ അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രം പണിയിച്ച ഇന്ദ്രദ്യുമ്ന രാജാവായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ദർശനം കൊടുത്തില്ല. അദ്ദേഹം ഒരിക്കലും അതിനെപ്പറ്റി ശോഭിച്ചിട്ടുമില്ല, ഒരു രാജാവിന്റെ ധാർഷ്ട്യം കാണിച്ചിട്ടുമില്ല. ഇതൊക്കെ നമ്മൾ മാതാജി പറഞ്ഞു, കണ്ടു, കേട്ടു. പക്ഷെ ഇത് എന്താണെന്നും പറഞ്ഞു. അതായത് വിഷയികളിലും സ്ത്രീകളിലും ആൾക്കാർ ആകൃഷ്ടരാകരുത് എന്ന് മഹാപ്രഭു കാണിക്കാൻ വേണ്ടി ആണ് ചെയ്തു. പിന്നെ അതേപോലെ പ്രതാപരുദ്ര മഹാരാജാവ് ചൈതന്യ ചന്ദ്രോദയം എന്ന നാടകം അദ്ദേഹമാണ് എഴുതിയത്. അങ്ങനെ കുറെ കൂടെയൊക്കെ അതായത് നന്നായിട്ട് ഇത്രയൊക്കെ പറഞ്ഞു. ശരി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു ഐശ്വര്യ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു താങ്കൾ എടുത്തത്. എന്റെ വളരെ വലിയ ആഗ്രഹമാണ് താങ്കൾ ഇതേപോലെ ഒരു ഭാഗവത ക്ലാസ് എടുക്കണമെന്ന്. ഇന്ന് അത് നടന്നിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു സോ മച്ച്. മാതാജി, ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാ മാതാജിമാരുടെ അടുത്തും. കൂടുതൽ മാതാജിമാരും ഇതുപോലെ മുന്നോട്ട് വരിക, ക്ലാസ്സിന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിത്യം ഭാഗവത സേവ കുറച്ചുകൂടി സ്മൂത്ത് ആവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാംസ്. നന്നായിരുന്നു ക്ലാസ്, വളരെ ഇഷ്ടപ്പെട്ടു. ഹരേ കൃഷ്ണ. ഭഗവാന് ഓഫറിംഗ് വച്ചേക്കാണ്, അതുകൊണ്ട് ഭഗവാനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.